സ്നേഹമുള്ളവരെ, ഞാനൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ പതിവിന് വിപരീതമായി ഇന്ന് ഈ സക്രാരിയുടെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ജനുവരി 3 എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. കാരണം അന്നാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2019 ജനുവരി 3 ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ പരിപാലന അത്രത്തോളം അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ച് ജനുവരി 3, 2019. അന്നേ ദിവസം എൻ്റെ തിരുപ്പട്ടം നടക്കുമ്പോൾ ഈ തിരുപ്പട്ടം എങ്ങനെയായിരിക്കും നടക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം അതുപോലെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു സമയത്ത് എൻ്റെ പപ്പ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. എൻ്റെ തിരുപ്പട്ടത്തിന് മുമ്പ് ഒരാഴ്ചയോളം ആശുപത്രിയിലായിരുന്നു. തീരെ വയ്യാത്ത അവസ്ഥയിലും പപ്പയ്ക്ക് എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷ കാണാൻ സാധിക്കുമോ എന്ന് പോലും ശങ്കിച്ചു പോയ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായി ഒത്തിരിയേറെ ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഓർഡിനേഷന് വേണ്ടി സാധാരണ 2-3 ലക്ഷങ്ങൾ ചിലവാകുമ്പോൾ ഒരു 5 പൈസ പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച്. ബന്ധുമിത്രാദികളിൽ നിന്ന് അങ്ങനെ സാമ്പത്തികമായ സഹായം കിട്ടാവുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു തിരുപ്പട്ട ശുശ്രൂഷ എങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് ഞാൻ ഒത്തിരിയേറെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. മത്തായി 6:34 നമ്മൾ വായിക്കുന്നുണ്ട്, നാളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ആ ഒരു വചനം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ശക്തി എന്ന് പറയുന്നത് വലിയൊരു ശക്തി തന്നെയാണ്. കാരണം ഒട്ടും ആകുലപ്പെടാതെ നാളെക്കുറിച്ച് നിങ്ങളെ ചിന്തിക്കുക പോലും ചെയ്യേണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ചും എൻ്റെ ആ ഓർഡിനേഷൻ നാളുകളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം ഓർഡിനേഷൻ നടക്കുന്നതിന് 1 മാസം മുമ്പ് മേരിക്കുട്ടി ആൻറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചു. എൻ്റെ ഒരു ബെനഫാക്ടറാണ്. കത്തിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ, നേരിട്ട് ഒന്ന് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ എൻ്റെ വീടും വഴുതലയിലാണ് എന്നറിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ വിളിക്കുകയുണ്ടായി. ബ്രദർ ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീട് വരെ വരാമോ? എൻ്റെ വീട് ഇവിടെ വഴുതലയിലാണ്, ഒന്ന് വരികയാണെങ്കിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെന്നു. ആ ആൻറ്റിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു, അവരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് ആൻറ്റി എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ. അത് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം അത്രമാത്രം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷ നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതാണ് ആൻറ്റി, വേറെ ഒന്നും കരുതിയിട്ടില്ല, എല്ലാം തമ്പുരാൻ തരും എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ആൻറ്റി 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതി എൻ്റെ കയ്യിൽ തന്നു. സത്യം പറഞ്ഞാൽ ദൈവത്തെ എത്രമാത്രം നന്ദി പറയേണ്ട ഒരു നിമിഷമായിരുന്നു അത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കയ്യിൽ ഒരു 5 പൈസ പോലും ഇല്ലാതെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയുടെ കൈ ആദ്യമായിട്ട് ഞാൻ അവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ആ നിമിഷം എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം ദൈവത്തിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറഞ്ഞു. മാത്രമല്ല, എൻ്റെ ആ തിരുപ്പട്ട ശുശ്രൂഷയിലേക്ക് നോക്കുമ്പോൾ ഇതിനേക്കാൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നതും ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. വളരെ യാദൃശികമായിട്ടാണ് പുതിയടത്തച്ഛൻ വഴി, അത് എൻ്റെ മുൻ വികാരിയായിരുന്നു, ബസിലിക്ക പള്ളിയിലെ മുൻ വികാരിയായിരുന്നു, പിന്നീട് എറണാകുളം അതിരൂപതയിൽ VC ആയിട്ട് സേവനമനുഷ്ഠിച്ച ഫാദർ ജോസ് പുതിയടത്തച്ഛൻ അച്ഛൻ വഴി യാദൃശികമായ ഒരു കുടുംബവുമായിട്ട് അടുപ്പത്തിലേക്ക് വരാൻ ഇടയായി. ആഗ്നസ് ആൻറ്റിയും രവിയങ്കളും അവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായി മാറിയ വ്യക്തികളാണ്. കാരണം അതുപോലെ സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടാവുകയും അന്ന് ഓർഡിനേഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്ത വ്യക്തികളാണ് അവർ എൻ്റെ ജീവിതത്തിൽ. അന്ന് ഞാൻ ഉപയോഗിച്ചതെല്ലാം തന്നെ അവർ സ്പോൺസർ ചെയ്ത കാര്യങ്ങളാണ്. മാത്രമല്ല, ജനുവരി 3 എന്ന് പറയുമ്പോൾ അന്നേ ദിവസം വളരെ യാദൃശ്ചികമായി ഹർത്താൽ കൂടി വന്നു. ഞാൻ ഒക്കെ ചെയ്തു, കർത്താവ് ഇത് വലിയ പരീക്ഷണമാണല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് തരുന്നത്. കാരണം ഒത്തിരിയേറെ ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പലർക്കും വരാൻ പറ്റില്ലെന്ന് വിളിച്ചു പറയുന്നു. പലരും തിരിച്ച് അവരുടെ നാടുകളിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന അച്ഛന്മാർ പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, ഹർത്താലാണ്, ഞങ്ങൾക്ക് തിരികെ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോകുമ്പോൾ മനസ്സിൽ ഒത്തിരിയേറെ വിഷമം തോന്നി. വലിയൊരു പരീക്ഷണമാണല്ലോ എൻ്റെ മുമ്പിലേക്ക് അങ്ങ് നിരന്തരം തരുന്നത് എന്നായിരുന്നു ഞാൻ ആ നിമിഷം ചിന്തിക്കുന്നത്. പക്ഷേ അന്നേ ദിവസം എൻ്റെ ഓർഡിനേഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ഈ ആഗ്നസ് ആൻറ്റിയും ദിവ്യങ്ങളുമാണ്. അവരുടെ വണ്ടിയും ഡ്രൈവറിനെയും ആ ദിവസം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നു. മാത്രമല്ല, എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വളരെ
നല്ല രീതിയിൽ എന്നെ ചേർത്ത് പിടിച്ച ഒരു കുടുംബമാണ്. അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് എന്നോടും അവർ ആ ഒരു രീതിയിൽ പെരുമാറിയത് എന്നോർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇന്നും ഓർക്കുമ്പോൾ ഇതെല്ലാം എങ്ങനെ കഴിഞ്ഞു പോയി എന്ന് ഞാൻ ചിന്തിക്കാറ്. പലപ്പോഴും ദൈവത്തിന് ഒത്തിരിയേറെ നന്ദികളും പറഞ്ഞ നിമിഷങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പ്രസംഗം പറയുമ്പോഴൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നതിൻ്റെ ഒരു കാരണവും ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതുപോലെ ഒരു അനുഭവം, കാരണം എൻ്റെ ജീവിതത്തിൽ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരുക്കി തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ്. കാരണം എൻ്റെ പള്ളിയിൽ നിന്ന് എനിക്ക് വേണ്ടി ഒരു ഫ്ലെക്സ് അടിക്കാൻ പോയപ്പോൾ ആ ഫ്ലെക്സിൻ്റെ കടയുടെ ഓണർ ചോദിക്കുകയാണ്, ഇത് ആരാണ്, എവിടെയാണ് ആളുടെ വീട് എന്നെല്ലാം ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ വ്യക്തി എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആൾ ഒരു 20,000 രൂപ എൻ്റെ കയ്യിൽ തന്ന് എൻ്റെ ഒരു സമ്മാനമായിട്ട് ഏറ്റെടുക്കണം. കാരണം എൻ്റെ കടയിൽ ഈ ഫ്ലെക്സ് അടിക്കാൻ വന്നപ്പോൾ എനിക്കെന്തോ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഏലിയ പ്രവാചകൻ്റെ ആ ഒരു സംഭവമാണ്. ആഹാബ് രാജാവിൽ നിന്ന് ഒളിച്ചു താമസിക്കുന്ന ആ സമയത്ത് ഏലിയ പ്രവാചകന് രാവിലെയും വൈകിട്ടും കൃത്യമായി അപ്പവും മാംസവും എല്ലാം കൊടുക്കാൻ കാക്കയെ അറേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. കാക്കകളെ അറേഞ്ച് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇടുമ്പോൾ ഹബക്കുക്ക് പ്രവാചകനിലൂടെ ദൈവം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യം. അതുപോലെയായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു സംഭവം കടന്നു വരുന്നത്. കാരണം വളരെ യാദൃശ്ചികമായിട്ട് യാതൊരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു ഫ്ലെക്സ് അടിക്കാൻ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രചോദനമുണ്ടായി ആ വ്യക്തി എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും ആ ഒരു 20,000 രൂപ എൻ്റെ കയ്യിൽ വെച്ച് കടന്നു പോവുകയും ചെയ്തു. ആ വ്യക്തിയെ പിന്നീട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഓർക്കുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവമായിരുന്നു ഷാജനിലൂടെ കടന്നു വന്നത്. അദ്ദേഹം ഒരു ദിവസം എന്നെ പെട്ടെന്ന് വിളിച്ചു, എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്തൊരു ഫാമിലി വന്നിങ്ങനെ ചോദിച്ചു. അവർ കുറേ ഓട്ടോ ഡ്രൈവർമാർ കൂടി ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തുകയാണ്. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി അവർ കല്യാൺ സിൽക്സിൽ വന്നിട്ടുണ്ട്, നീ അവിടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് അവിടെ വരെ ചെല്ലാമോ? ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ കാര്യം? അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്തുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലുണ്ടായ ഒരു ബോധ്യമാണ്, അന്നേ വർഷം പട്ടം സ്വീകരിക്കുന്ന ആർക്കെങ്കിലും ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കണം, പ്രത്യേകിച്ച് കാപ്പ മേടിച്ചു കൊടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പം അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന പേര് നിൻ്റെയാണ്, അതുകൊണ്ട് ഞാൻ നിൻ്റെ പേരാണ് അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളാണ്. ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു കല്യാൺ സിൽക്സിൻ്റെ അവിടെ അടുത്തെത്തി. അവർ വന്നു, എനിക്ക് ആ പൈസ തന്നു, തിരികെ പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ. പക്ഷേ അതിലൂടെയെല്ലാം സാമ്പത്തികമായ കാര്യങ്ങളിൽ കർത്താവ് എന്നോട് ഒത്തിരിയേറെ കരുതൽ കാണിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം പ്രത്യേകിച്ച് 6 വർഷം പൗരോഹിത്യ ജീവിതത്തിൽ പൂർത്തീകരിക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇത് ഓർക്കുമ്പോൾ എന്നും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ചിന്ത, ദൈവം എന്നെ ഒത്തിരിയേറെ കാത്തു പരിപാലിക്കുന്നുണ്ടല്ലോ. നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവം അത് എന്നും നമ്മുടെ കൂടെയുള്ളവനാണ്. ജനുവരി 3 ആ വർഷം ഹർത്താൽ കൂടിയായിരുന്നു. ഒരു പ്രമുഖ പാർട്ടി നടത്തിയ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ പലർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയായിരുന്നു. എൻ്റെ പട്ടം തുടങ്ങുന്ന അവസരത്തിൽ പള്ളിയിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോഴും എനിക്ക് ഒത്തിരിയേറെ വിഷമം തോന്നി. പക്ഷേ ഈ ഹർത്താലിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് പോലും എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയും ഹസ്ബൻഡും വണ്ടി ഓടിച്ച് അവിടെ എത്തിയെന്ന് പറയുമ്പോൾ അവർക്ക് എന്നോടുള്ള സ്നേഹത്തെയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. രാജിയും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മനോജേട്ടനൊക്കെ ഒത്തിരിയേറെ ത്യാഗം സഹിച്ചാണ് അന്ന് ആ ഒരു ഫംഗ്ഷന് വേണ്ടി കടന്നു വന്നത്. അതുപോലെ ആലപ്പുഴയിൽ നിന്ന് സിൻഡാമോൾ ഉണ്ടായിരുന്നു, അവളുടെ ഫാമിലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ഷിജോ ചേട്ടനും ഫാമിലി ഉണ്ട്. തൊടുപുഴയിൽ നിന്ന് ഷായി ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരിയേറെ ആളുകൾ അന്നത്തെ ഹർത്താലിനെ എല്ലാം വകവയ്ക്കാതെ കടന്നു വന്നു. അതിനേക്കാൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ വടുതല ഭാഗത്തുള്ള സിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. കാരണം അവർ അന്നേ ദിവസം എടുത്ത ത്യാഗം തീർച്ചയായും എന്നും മനസ്സ് സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അന്ന് ഹർത്താലാണ്, അതുപോലെ സാധാരണ ഓർഡിനേഷനൊന്നും അധികം ആളുകൾ അവിടെ പോകാറില്ല. പക്ഷേ ആദ്യം വന്ന കൂട്ടര് നോക്കുമ്പോൾ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ അധികം ആളുകളൊന്നുമില്ല. അത് കണ്ടപ്പോൾ അവർക്ക് വിഷമമായി. ഉടനെ തന്നെ കോൺവെന്റിലേക്ക് വിളിച്ചു അവരോട് പറഞ്ഞു, കുറച്ച് ആളുകൂടി ഇങ്ങോട്ട് വരണം, കാരണം അച്ഛൻ്റെ പട്ടത്തിന് അധികം ആളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഹർത്താൽ ആയതുകൊണ്ട്. അവിടെ നിന്ന് 5 കിലോമീറ്ററോളം നടന്നാണ് ആ സിസ്റ്റേഴ്സ് എൻ്റെ പട്ടത്തിന് വേണ്ടി വന്നത് എന്ന് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം അതിനുശേഷം ഞാൻ ആ കോൺവെന്റിൽ പോയി കുർബാന ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു. കാരണം അവരെന്നോട് കാണിച്ച ആ ഒരു സ്നേഹം, ഞാൻ അവരുടെ
ബസിലിക്ക ഇടവകയിലേക്ക് വന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. ഇവരുമായിട്ട് യാതൊരു പരിചയത്തിലേക്കും വന്നിട്ടില്ല. എങ്കിൽ പോലും അവരെന്നോട് കാണിച്ച ആ ഒരു സ്നേഹം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ ആ 1,00,000 രൂപയുടെ ചെക്ക് എൻ്റെ കയ്യിൽ തന്ന മേരിക്കുട്ടി ആൻറ്റി വിദേശത്ത് നിന്നും എൻ്റെ പട്ടത്തിന് വേണ്ടി ആ ദിവസം മാത്രം കടന്നു വന്നു. അടുത്ത ദിവസം ഫ്ലൈറ്റിന് തിരിച്ചു പോയി എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം ത്യാഗമെടുത്തിട്ടാണ് ആ ആൻറ്റി എന്നെ ഓർഡിനേഷൻ പങ്കെടുക്കുവാൻ വേണ്ടി കടന്നു വന്നു. അതുപോലെ തന്നെ എൻ്റെ +2 പ്രിൻസിപ്പളായിരുന്ന റോഷ്മ മാഡവും അതുപോലെ തന്നെ എൻ്റെ ടീച്ചറായിരുന്ന ബീന ടീച്ചറൊക്കെ അന്നേ ദിവസം അവിടെ കടന്നു വന്നപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. അവരെല്ലാം വളരെ അഭിമാനത്തോടെ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ കൂടെ എൻ്റെ കീഴിൽ പഠിച്ച ഒത്തിരിയേറെ സ്റ്റുഡൻസ് ഉണ്ട്. പല വലിയ പ്രമുഖ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള വ്യക്തികളാണ് അവരെല്ലാവരും തന്നെ. പക്ഷേ ഏറ്റവും വിലമതിക്കുന്നത് ഇതുപോലെ ഒരു വൈദികൻ ഉണ്ടായി എന്നതിലാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, ആ സംഭവമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ഇമോഷൻ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. എന്തായാലും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അതെന്നും ഓർത്തുവെക്കാനുള്ളതാണ്, ദൈവത്തിന് നന്ദി പറയാനുള്ളത്. പലപ്പോഴും എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, പട്ടത്തിന് ഒരുങ്ങുമ്പോൾ അവർക്കും ടെൻഷനാണ്, എങ്ങനെയാണ് ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു പോവുക, ഏത് രീതിയിലാണ് ഇതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുക. ഞാൻ പറയാറുണ്ട് അവരോട് എൻ്റെ അനുഭവത്തിൽ നിന്ന്, മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയാണ് ദൈവം ഇടപെട്ടത്. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെടും. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നിനക്കറിയില്ലേ എന്ന് മത്തായിയോട് യേശു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 11:40. തീർച്ചയായും ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മഹത്വം ദർശിക്കാൻ സാധിക്കും. എൻ്റെ ജീവിതം തന്നെ അതിൻ്റെ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ 6 വർഷം തിരുവട്ടം സ്വീകരിച്ചിട്ട് ഞാൻ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ കർത്താവ് ഇടപെട്ട അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവത്തിന് നന്ദി പറയേണ്ട ഒത്തിരിയേറെ അനുഭവങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകും. എൻ്റെ പപ്പയ്ക്ക് തീരെ വയ്യാത്ത അവസ്ഥയിൽ പോലും എൻ്റെ ഒരു പട്ടം കാണുവാൻ ഒത്തിരിയേറെ ആഗ്രഹം തോന്നി. ആ പട്ടത്തിന് മുഴുവൻ കരഞ്ഞുകൊണ്ട് ആ പട്ടസ്വീകരണം കാണുന്ന എൻ്റെ പപ്പയുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് പപ്പ എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ട് 3 വർഷത്തോളമാകുന്നു. എങ്കിലും പപ്പ എന്നും എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അന്നേ ദിവസം എന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. എറണാകുളം രൂപതയിൽ നമ്മൾ പട്ടത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. പപ്പയും മമ്മിയും കൂടി മകൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു രംഗം. അന്ന് എൻ്റെ മമ്മിയും പപ്പയും കരഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരിയേറെ അനുഭവങ്ങളും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. ഒരുപക്ഷെ ഈ ജനുവരി 3 കടന്നു വന്നപ്പോഴായിരിക്കാം ഈ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇതുപോലെ ഓടിയെത്തും. ഇന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു സംഭവമാണ് അതെല്ലാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഓർക്കാൻ പറ്റിയ ഒത്തിരിയേറെ സംഭവങ്ങൾ വരുമ്പോൾ ഓർക്കുക, ദൈവത്തിൽ വിശ്വസിച്ചാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ഇതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വൊക്കേഷൻ സ്റ്റോറി പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ ഓർഡിനേഷൻ ആനിവേഴ്സറി ജനുവരി 3 ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. കാരണം എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണിത്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചല്ലോ, ഒത്തിരി സന്തോഷമുണ്ട്. കൂടുതൽ വീഡിയോസുമായി ഞാൻ ഇനിയും വരും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. എൻ്റെ ആദ്യ ദിവ്യബലി അർപ്പണത്തിനായി ഈ ആൾത്താരയിൽ ഞാൻ അണയുമ്പോൾ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായ എൻ്റെ മാതാപിതാക്കളെ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മികിൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. ഈ സങ്കീർത്തക വചകം ഞങ്ങളുടെ ജീവിതമാണ്. ജീവിതയാതനകൾക്ക് നടുവിൽ ഈശോയുടെ ബലിപീഠത്തിൽ ആശ്രയവും സങ്കേതവും കണ്ടെത്തി അവിടുത്തെ പരിശുദ്ധ അൾത്താരയോട് ചേർത്ത് നിർത്തി ഞങ്ങളെ വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട പപ്പ, മമ്മി, നിങ്ങളാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ശക്തി. നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച ദൈവികതത്തിന് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന തിരിച്ചറിവിൽ നിങ്ങൾ എന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ച എല്ലാ ത്യാഗങ്ങൾക്കും നിങ്ങളുടെ ഈ സമർപ്പണത്തിനും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അയോഗ്യനും നിസ്സാരനുമായ എന്നെ ദൈവം തൻ്റെ മഹാകരുണയാൽ വിളിച്ച് വിശദീകരിച്ച് തൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്ത് ഈ ബലിപീഠത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്നു.
അവിടത്തോട് മരണം വരെ വിശ്വസ്തനായിരിക്കുവാനും ഇന്ന് ഞാൻ അർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഈ തിരുബലി എൻ്റെ ജീവിതം കൊണ്ട് പൂർത്തീകരിക്കുവാനുമുള്ള കൃപയ്ക്കായി നിങ്ങളെല്ലാവരും എനിക്കായി പ്രാർത്ഥിക്കണമേ.